നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ഒരാൾ മരിച്ചു. കോന്നി സ്വദേശി മുഹമ്മദ് ഇസ്മയിലാണ് മരിച്ചത്. പത്തനാപുരം കടക്കാമണിലായിരുന്നു അപകടം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്ക് ബാധകമല്ല. ഇതര സംസ്ഥാന ബോട്ടുകൾ ജൂൺ 9 മുമ്പായി കേരള തീരം വിട്ടു പോകണം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്വം വനം വകുപ്പിന് തന്നെയാണെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. ഫെൻസിംഗ് മറികടന്നാണ് ആതിരപ്പള്ളിയിൽ ആക്രമണം നടന്നത്. വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ കയ്യിൽ ഒറ്റമൂലിയില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്തിമ ശാസ്ത്രീയ പരിശോധനാ ഫലം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്ന് പരിശോധനാ ഫലം. കൊള്ളയടിച്ചത് പൂശിയ സ്വർണം മാത്രം. വിശദമായ വാർത്തകളിലേക്ക്. KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പത്തനാപുരം കടക്കാമണിലായിരുന്നു അപകടം. ബൈക്ക് യാത്രികനായ കോന്നി സ്വദേശിയാണ് മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. ബസിലെ ഡ്രൈവറെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി. പത്തനാപുരത്താണ് KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചത്. ബൈക്ക് യാത്രികനായ കോന്നി കുമ്മണ്ണൂർ നെടിയക്കാരായിൽ 50-കാരനായ മുഹമ്മദ് ഇസ്മയിലാണ് മരിച്ചത്. KSRTC സൂപ്പർ ഡീലക്സ് ബസും സ്കൂട്ടറും പത്തനാപുരത്ത് സമീപം കടക്കാമണ്ണിലെ കൊടും വളവിലാണ് അപകടത്തിൽപ്പെട്ടത്. KSRTC ബസ് മതിൽ തെന്നി മാറിയതാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ബസിലെ ഡ്രൈവർ റോഡിലേക്ക് തെറിച്ചു വീണു. ഡ്രൈവറെ പരിക്കലോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽപ്പെട്ട 2 വാഹനങ്ങളും പത്തനാപുരം ഭാഗത്ത് നിന്ന് പുനലൂരിലേക്ക് ഒരേ ദിശയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നിയന്ത്രണം വിട്ട ബസിന്റെ പിന്നിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അങ്ങോട്ട് പോയ വണ്ടിയാണ്. ഞാൻ പത്തനാപുരത്ത് പോയിട്ട് ഇങ്ങോട്ട് വരുവാ. ഭയങ്കര സൗണ്ട് കേട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ ഇവിടെ കിടപ്പുണ്ട്. അങ്ങോട്ട് പോയ ബസ്സായി തിരിഞ്ഞു കിടക്കുന്നത്. എന്താണെന്നറിയത്തില്ല. പക്ഷെ 108 വിളിച്ചാൽ പുന്നൂരിലേക്ക് വിട്ടിട്ടുണ്ട്. ആരാ എന്താണെന്നൊന്നും അറിയത്തില്ല. ബസ്സിന്റെ ഡ്രൈവർക്ക് പരിക്കൊണ്ട് അദ്ദേഹത്തെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കൽപ്പറ്റയിൽ നിന്നും പുനലൂരിലേക്ക് പോവുകയായിരുന്നു KSRTC സൂപ്പർ ഡീലക്സ് ബസ്. സംഭവത്തിൽ പത്തനാപുരം പോലീസ് കേസെടുത്തു. കോന്നിയിലെ INTUC തൊഴിലാളി യൂണിയൻ പ്രവർത്തകനാണ് അപകടത്തിൽ മരിച്ച മുഹമ്മദ് ഇസ്മയിൽ. അപകടം നടന്ന കടക്കാമൺ പ്രദേശത്ത് അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കരുനാഗപ്പള്ളി നഗരം ഒന്ന് കടന്നു കിട്ടാൻ മണിക്കൂറുകൾ വേണം. വാഹനങ്ങളിലോ കാൽനടയായോ ടൗണിലേക്ക് എത്തുന്ന ഏതൊരാളും രൂക്ഷമായ ഗതാഗത കുരുക്കിൽ വലയുകയാണ്. ദിവസങ്ങളായി നഗരത്തിൽ നിലനിൽക്കുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ടൗണിലെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് ക്രോസ് ചെയ്ത് നിർമ്മിക്കുന്ന പ്രധാന ഓടയുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതാണ് പ്രശ്നം ഇത്രയേറെ രൂക്ഷമാക്കിയതിന്റെ പ്രധാന കാരണം. 4 ഭാഗത്തു നിന്നും റോഡുകൾ വന്നു ചേരുന്ന പ്രധാന ജംഗ്ഷനാണ് ഹൈസ്കൂൾ ജംഗ്ഷൻ. ആലംകടവ് റോഡും റെയിൽവേ സ്റ്റേഷൻ റോഡും വന്നു ചേരുന്ന ഇവിടെ ദേശീയപാതയിലെ ഇരുഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കൂടി എത്തുന്നതോടെ രൂക്ഷമായ ഗതാഗത കുരുക്കിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഹൈസ്കൂൾ ജംഗ്ഷനിൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഓട നിർമ്മാണം തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഇതുവരെ ഇതിന്റെ പകുതി ഭാഗം മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂട്ടത്തോടെ ഈ ഭാഗത്തേക്കെത്തുന്ന വാഹനങ്ങൾ ഏറെ നേരം ഇവിടെ കുരുങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ 1 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഹൈസ്കൂൾ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ഹൈസ്കൂളുകളിൽ നിന്നും 10,000-ഓളം കുട്ടികൾ രാവിലെയും വൈകിട്ടും കൂട്ടത്തോടെ റോഡിലേക്ക് എത്തുന്ന സ്ഥിതിയുണ്ടാകും. ഇതോടെ ഗതാഗത പ്രശ്നം അതിരൂക്ഷമാകാനാണ് സാധ്യത. ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ പുള്ളിമാൻ ജംഗ്ഷൻ വരെ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഫ്ലൈ ഓവർ നിർമ്മാണം നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി ഇരുഭാഗത്തുമുള്ള ഇടുങ്ങിയ സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ ഗതാഗതം കടത്തിവിടുന്നത്. റോഡുകൾക്ക് ഇരുഭാഗത്തും അനധികൃതമായ പാർക്കിംഗ് കൂടി വരുന്നതോടെ കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാൻ കഴിയുന്ന സ്ഥിതിയാണുള്ളത്.
KSRTC സ്വകാര്യ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതിന് പ്രത്യേക ബസ് വേകളും നിലവിലില്ല. അതിനാൽ തന്നെ റോഡിന്റെ മധ്യഭാഗത്ത് ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്നത് മൂലം ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് ടൗണിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് നഗരസഭയോ ബന്ധപ്പെട്ട മറ്റ് അധികൃതരോ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ല. ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി കൂടി ആവശ്യമായ ക്രമീകരണങ്ങൾ മുൻകാലങ്ങളിൽ ഏർപ്പെടുത്താറുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളും ഇത്തവണ ഉണ്ടായില്ല. ഇതോടെ നഗരത്തിലെ വിവിധ വിദ്യാലയങ്ങളിലും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾ കൂടി നഗരത്തിലേക്ക് എത്തുന്നതോടെ നഗരം ഗതാഗത പ്രശ്നത്താൽ വീർപ്പുമുട്ടും. അടിയന്തരമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും മറ്റ് അധികൃതരും ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. 50-ലധികം ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള ഡേ കെയറുകളും ക്രഷുകളും സ്ഥാപിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അംഗനവാടി പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കുഞ്ഞുങ്ങളുടെ സംരക്ഷണം സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ക്ഷേമമാണെന്നും മന്ത്രി പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ സംരക്ഷണം സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ക്ഷേമമാണ്. എല്ലാ പൊതു ഓഫീസുകളിലും IT പാർക്കുകളിലും 50-ലധികം ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും അത്യാധുനിക രീതിയിലുള്ള ഡേ കെയറുകളും കൃഷികളും ഉടൻ സ്ഥാപിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. അംഗനവാടികൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റും. കേരളത്തിലെ പരിമിതികളുള്ള എല്ലാ അംഗനവാടികളും പരിഹരിക്കാൻ വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അംഗനവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു ബിന്ദു കൃഷ്ണ. ഈ സർക്കാരിന്റെ നയപ്രഖ്യാപനം നടത്തുകയുണ്ടായി. ആ നയപ്രഖ്യാപനത്തിലും ഒരു ചെറിയ ഔട്ട്ലൈൻ മാത്രമാണ്, സർക്കാരിന്റെ നയങ്ങളുടെ ചെറിയൊരു ഔട്ട്ലൈൻ മാത്രമാണ്. അതിലും വനിതകളുടെ കാര്യം സവിശേഷമായി ശ്രദ്ധിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലയിടത്തും ചെന്നപ്പോൾ, ഇപ്പോഴല്ല, മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്താറുണ്ട്. ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന കാലഘട്ടത്തിൽ പോലും തൊഴിലിടങ്ങളോട് ചേർന്ന് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ അക്കാലത്തുണ്ടായിരുന്ന കശുവണ്ടി ഫാക്ടറികളാണ്. അതുപോലെ കയർ തൊഴിലിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം കുഞ്ഞുങ്ങളെ നോക്കാൻ സൗകര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളിൽ അങ്ങനെ കാണാനേ ഇല്ല. ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുക എന്നുള്ളത് ഔദ്യോഗികമായ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കാനാകില്ല. പക്ഷേ അതിനുവേണ്ടി കുഞ്ഞുങ്ങളുടെ സംരക്ഷണവും നമുക്ക് മാറ്റി നിർത്തി ഏറ്റവും പ്രധാനം, ഈ സമൂഹത്തിന് സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുഞ്ഞുങ്ങളുടെ ക്ഷേമം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പൊതു ഓഫീസുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും IT പാർക്കുകളിലും 50-ലധികം ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും സുരക്ഷിതവും ഉയർന്ന നിലവാരത്തിലുള്ളതുമായ ഡേ കെയർ സെന്ററുകളും ക്രഷുകളും ഈ സർക്കാർ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചത് മറ്റെന്തിനേക്കാൾ വലുത് കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വവും ക്ഷേമവുമാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കോൺവൊക്കേഷൻ സെറിമണി, പുതിയ കുട്ടികളുടെ സ്വീകരണം, വെൽക്കം കിറ്റ് വിതരണം, കുഞ്ഞൂസ് കാർഡ് വിതരണം എന്നിവയും മന്ത്രി നിർവഹിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി, ഡെപ്യൂട്ടി മേയർ കരിമാലിൽ ഡോക്ടർ ഉദയ സുകുമാരൻ, കൗൺസിലർമാരായ വിൻസി ബൈജു, MS ഗോപകുമാർ, ഷൈനി T തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. UDF ശക്തികുളങ്ങര നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റികൾ ആൽത്തറമൂട്ടിൽ ധർണ നടത്തി. ശക്തികുളങ്ങര മുതൽ ആൽത്തറമൂട് വരെയുള്ള ഭാഗത്ത് അപകടകരമായ മൺകൂനയിലുള്ള ഉയരപാത പൊളിച്ചുമാറ്റി എലിവേറ്റഡ് പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. ശക്തികുളങ്ങര മുതൽ ആൽത്തറമൂട് വരെയുള്ള ഭാഗത്ത് മനുഷ്യജീവന് ഭീഷണി ഉയർത്തി അപകടകരമായി നിർമ്മിച്ച മൺകൂനയിലുള്ള ഉയരപാത പൊളിച്ചുമാറ്റി എലിവേറ്റഡ് പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് UDF ശക്തികുളങ്ങര നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആൽത്തറമൂട്ടിൽ ധർണ നടത്തിയത്. സമരം UDF ജില്ലാ ചെയർമാൻ KC രാജൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയ പഠനം നടത്താതെ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രവും പാരിസ്ഥിതികതയും നിലനിർത്താതെയുമുള്ള നിർമ്മാണ പ്രവൃത്തികൾ മൂലം ഉയരപ്പാത 100 മീറ്ററിലധികം ഇടിഞ്ഞു താഴ്ന്നിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നാട്ടിലെ നമ്മുടെ രാജ്യത്തെ ആസൂത്രണത്തിന്റെ തകരാറാണ്, പ്ലാനിങ്ങിന്റെ തകരാറാണ്. ഏതൊരു രാജ്യത്തും ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ, ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അത് ഒരു 50 വർഷം കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ റോഡ് നിർമ്മിക്കുന്നു.
ഒരു 50 വർഷം കഴിഞ്ഞാൽ ഈ റോഡുകളുടെ സ്ഥിതി എന്തായിരിക്കും? 50 വർഷം കഴിയുന്ന ഭാവിയിൽ ഈ റോഡ് ഗതാഗതത്തിന് ഉപകരിക്കുമോ? ഇത് നിർമ്മിക്കുമ്പോൾ അങ്ങനെ താൽക്കാലികമായിട്ടില്ല, 40 50 വർഷത്തെ ദൂരത്തിൽ ഉള്ള ഭാവി കണക്കാക്കി വേണം ഈ റോഡ് നിർമ്മിക്കേണ്ടിയിരുന്നു. നിർഭാഗ്യവശാൽ അതിന് തയ്യാറായിട്ടില്ല. ഇവിടെ കോൺട്രാക്ടർമാരുടെ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇവിടെ മാത്രം പല പ്രദേശങ്ങളിലും പ്രശ്നങ്ങളുണ്ട്, നീണ്ടകരയിൽ പ്രശ്നമുണ്ട്. ഞങ്ങളുടെ കരുനാഗപ്പള്ളിയിലാണെങ്കിൽ ഇപ്പോൾ ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ എക്സ്പ്രസ് ഹൈവേ അതിവേഗ പാത കൊണ്ടുവരാൻ UDFന്റെ കാലത്ത് ശ്രമിച്ചപ്പോൾ ഇവിടെ അന്നത്തെ പ്രതിപക്ഷം ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ കഴിഞ്ഞ 10 വർഷം ഭരണകക്ഷിയായിരുന്ന CPIM ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഇത് കേരളത്തെ രണ്ടായി വേർതിരിക്കുന്നു. അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ വലിയ ആക്ഷേപം ഉയർത്തിയതാണ്. ഇന്നിപ്പോൾ എന്താ സംബന്ധിച്ചിരിക്കുന്നത്? ഇന്നും കേരളത്തെ രണ്ടായി തിരിക്കുന്ന രീതിയിലാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. UDF ചവറ നിയോജക മണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. കിടങ്ങിൽ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പുഷ്പൻ സ്വാഗതം പറഞ്ഞു. കോൺഗ്രസ് ചവറ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് മേച്ചേച്ചത്ത് ഗിരീഷ്, RSP ശക്തികുളങ്ങര നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സാബു നടരാജൻ, UDF സൗത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ രാമാനുജൻ പിള്ള, കൺവീനർ S രാജ്മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KSRTC ബസും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. കുണ്ടറ മുളവന പൊട്ടിമുക്കിൽ മിനി ലോറി ഡ്രൈവർ പെരുമ്പുഴ സ്വദേശി ജയകുമാറിന്റെ കാലിന് പരിക്കേറ്റു. കൂടെയുണ്ടായിരുന്നവർക്കും നിസ്സാര പരിക്കേറ്റു. കുണ്ടറ മുളവന പൊട്ടിമുക്കിലാണ് KSRTC ബസും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ മിനി ലോറിയുടെ ഡ്രൈവർ പെരുമ്പുഴ സ്വദേശി ജയകുമാറിന്റെ കാലിന് പരിക്കേറ്റു. കൂടെ ഉണ്ടായിരുന്നവർക്കും നിസ്സാരമായ പരിക്കുകളുണ്ട്. കഴിഞ്ഞ രാത്രിയായിരുന്നു അപകടം. മാവേലിക്കരയിൽ നിന്നും കുണ്ടറ വഴി ആറ്റിങ്ങലിലേക്ക് പോവുകയായിരുന്ന KSRTC ബസും കുണ്ടറ ഭാഗത്തു നിന്നും ചിറ്റുമല ഭാഗത്തേക്ക് പോയ മിനി ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. മിനി ലോറിയുടെ ഡ്രൈവറെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പത്തനാപുരം പൂങ്കുളഞ്ഞിൽ ജനവാസ മേഖലയിൽ പുലിയെ കണ്ട സ്ഥലത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം വളർത്തുനായയെ പുലി ആക്രമിച്ചിരുന്നു. പുലിയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിയുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കൂട് സ്ഥാപിച്ചത്. പത്തനാപുരം പൂങ്കുളഞ്ഞിയിൽ ജനവാസ മേഖലയിൽ പുലിയെ കണ്ട സ്ഥലത്താണ് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം വളർത്തുനായയെ ആക്രമിച്ച പുലിയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. മാങ്കോട് പൂങ്കുളഞ്ഞി തടത്തിൽ വീട്ടിൽ മറിയാമ്മയുടെ വീട്ടിലെ വളർത്തുനായയാണ് പുലി ആക്രമിച്ചത്. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും പുലി ഓടി മറഞ്ഞു. കഴിഞ്ഞ മാസം മാങ്കോട് ജനവാസ മേഖലയിൽ പുലി പൂച്ചയെ ഓടിച്ചിട്ട് കൊല്ലുന്നത് വീട്ടുകാർ നേരിൽ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പൂങ്കുളഞ്ഞി ജംഗ്ഷനിൽ പുലിയുടെ കാൽപ്പാടുകളും രക്തക്കറയും കണ്ടിരുന്നു. പുലിയെ കണ്ടതോടെ നാട്ടുകാർ ഭീതിയിലാണ്. പുലിയെ പിടികൂടുന്നതിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിലാണ് പൂങ്കുളഞ്ഞിയിൽ പുലിയെ കണ്ട വീടിന് സമീപത്ത് കെണിക്കോട് സ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്തിമ ശാസ്ത്രീയ പരിശോധനാ ഫലം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്നാണ് പരിശോധനാ ഫലത്തിൽ പറയുന്നത്. കൊള്ളയടിച്ചത് പൂശിയ സ്വർണം മാത്രമാണെന്നും പരിശോധനാ ഫലത്തിൽ പറയുന്നു. ജംഷഡ്പൂരിലെ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്തിമ ശാസ്ത്രീയ പരിശോധനാ ഫലം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്നാണ് പരിശോധനാ ഫലത്തിൽ പറയുന്നത്. കൊള്ളയടിച്ചത് പൂശിയ സ്വർണം മാത്രമാണെന്നും പരിശോധനാ ഫലത്തിൽ പറയുന്നു. ജംഷഡ്പൂരിലെ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളി, കട്ടിളപ്പാളി എന്നിവയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ചായിരുന്നു SIT പരിശോധനയ്ക്ക് അയച്ചത്. 8ഓളം സാമ്പിളുകളായിരുന്നു പരിശോധനയ്ക്ക് അയച്ചിരുന്നത്. ഇതിന്റെ ഫലമാണ് SITക്ക് ലഭിച്ചിട്ടുള്ളത്. പരിശോധനാ ഫലം കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് SITയുടെ തീരുമാനം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്വർണ്ണ സാമ്പിളുകളിൽ അത്യാധുനിക രീതിയിലുള്ള ശാസ്ത്രീയ പരിശോധന അത്യാവശ്യമാണെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്വം വനം വകുപ്പിന് തന്നെയാണെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. ഫെൻസിംഗ് മറികടന്നാണ് ആതിരപ്പള്ളിയിൽ ആക്രമണം നടന്നത്. തിങ്കളാഴ്ച ചാലക്കുടിയിൽ യോഗം ചേരും. വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മരിച്ചവരുടെ രേഖകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ തയ്യാറാക്കണം. സർക്കാരിന്റെ കയ്യിൽ ഒറ്റമൂലിയില്ലെന്നും മന്ത്രി പറഞ്ഞു.
വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനംവകുപ്പിന് തന്നെയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഫെൻസിംഗ് മറികടന്നാണ് ആതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. തിങ്കളാഴ്ച ചാലക്കുടിയിൽ യോഗം ചേരും. വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. മരിച്ചവരുടെ രേഖകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ തയ്യാറാക്കണം. സർക്കാരിന്റെ കയ്യിൽ ഒറ്റമൂലിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഒരാഴ്ചയ്ക്കിടയിൽ ഇത് മൂന്നാമത്തെ മരണമാണ് സംഭവിച്ചത്. അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് എന്നെ അടക്കം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഇതിന് ഒരു സംഘടിതമായ പരിശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാകൂ. സ്വാഭാവികമായി വന്യമൃഗങ്ങളുടെ അറ്റാക്ക് വരുമ്പോൾ പ്രഥമ ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. പക്ഷേ ഇതിനൊരു ലോങ് ടേം സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഫണ്ട്സ് പര്യാപ്തമാകണം. ഇനിയും പരീക്ഷണങ്ങൾക്ക് സമയമില്ല. ഫുൾ പ്രൂഫായി നമ്മൾ ചെയ്യുന്ന അത് ഫുൾ പ്രൂഫ് ആയിരിക്കണം. ഞാൻ പറയാൻ കാരണം ഇന്ന് വെളുപ്പിന് സംഭവിച്ച മരണത്തിൽ അവിടെ ഫെൻസിങ് ഉള്ളതാണ്. അവിടെ ഫെൻസിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. അത് പൂർത്തീകരിച്ചിട്ടില്ല. അങ്ങനെ ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് തിങ്കളാഴ്ച രാവിലെ അവിടെ ചെന്ന് ഒരു അവലോകന റിപ്പോർട്ടും എടുത്തതിന് ശേഷം കൂടുതൽ വ്യക്തത വരുത്താം. വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 6 മാസത്തെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സംഘടിതമായ ശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ജൂൺ 9 മുതൽ ആരംഭിക്കും. ജൂലൈ 31 വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പമുള്ള കാരിയർ വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള ട്രോൾ ബോട്ടുകൾക്ക് കടലിൽ പോകുന്നതിന് കർശന വിലക്കുണ്ടാകും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്ക് ബാധകമല്ല. ഇതര സംസ്ഥാന ബോട്ടുകൾ ജൂൺ 9 മുമ്പായി കേരള തീരം വിട്ട് പോകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയത്. കടൽ വിഭവങ്ങളുടെ പ്രജനന കാലയളവിൽ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനായി ഏർപ്പെടുത്തുന്ന നിരോധനം ഫലപ്രദമായി നടപ്പാക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ഫിഷറീസ് വകുപ്പ് ഒരുക്കിയിട്ടുള്ളത്. നിരോധനം പ്രാബല്യത്തിൽ വരുന്നതോടെ ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പമുള്ള കാരിയർ വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള ട്രോൾ ബോട്ടുകൾക്ക് കടലിൽ പോകുന്നതിന് കർശന വിലക്കുണ്ടാകും. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്ക് ബാധകമല്ല. നിരോധനം തുടങ്ങുന്നതോടെ പ്രധാന ഫിഷിംഗ് ഹാർബറുകളുടെയും ലാൻഡിംഗ് സെന്ററുകളുടെയും പ്രവർത്തനം സ്തംഭിക്കും. ഇതര സംസ്ഥാന ബോട്ടുകൾ ജൂൺ 9 മുൻപായി കേരള തീരം വിട്ടുപോകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഫിഷറീസ് വകുപ്പ് പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറക്കും. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ലൈഫ് ഗാർഡ്, പ്രത്യേക ബോട്ടുകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. മത്സ്യബന്ധനം നിലയ്ക്കുന്നത് മൂലം പ്രതിസന്ധിയിലാകുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ഈ കാലയളവിൽ സൗജന്യ റേഷൻ അടക്കമുള്ള സഹായം ഏർപ്പെടുത്തും. നിയമലംഘനം നടത്തുന്ന ബോട്ടുകൾക്കെതിരെ കടുത്ത പിഴയും ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്. ശക്തമായ മഴയിൽ വർക്ക്ഷോപ്പ് തകർന്നു വീണു. കൊല്ലം കൂട്ടിക്കടയിലാണ് അപകടം. ആളപായമില്ല. ശക്തമായ മഴയിൽ എൻ്റെ ഷെഡ് എല്ലാം പൊളിഞ്ഞ് ആകെ പണിതുകൊണ്ടിരുന്ന സമയത്താണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കനത്ത മഴയിലാണ് വർക്ക്ഷോപ്പ് തകർന്നു വീണത്. കൂട്ടിക്കട വീണാനഗറിൽ അൻസറിന്റെ പെയിന്റിംഗ് വർക്ക്ഷോപ്പ് ഷെഡാണ് പൂർണ്ണമായും തകർന്നത്. ജോലി നടക്കുന്നതിനിടെയായിരുന്നു അപകടം. നിമിഷങ്ങൾക്കുള്ളിൽ തൊഴിലാളികൾ പുറത്തേക്ക് ഓടിമാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. ആർക്കും പരിക്കില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ഒരാൾ മരിച്ചു. കോന്നി സ്വദേശി മുഹമ്മദ് ഇസ്മയിലാണ് മരിച്ചത്. പത്തനാപുരം കടക്കാമണിലായിരുന്നു അപകടം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്ക് ബാധകമല്ല. ഇതര സംസ്ഥാന ബോട്ടുകൾ ജൂൺ 9 മുമ്പായി കേരള തീരം വിട്ട് പോകണം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനം വകുപ്പിന് തന്നെയാണെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. ഫെൻസിംഗ് മറികടന്നാണ് ആതിരപ്പള്ളിയിൽ ആക്രമണം നടന്നത്. വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ കയ്യിൽ ഒറ്റമൂലിയില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്തിമ ശാസ്ത്രീയ പരിശോധനാ ഫലം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്ന് പരിശോധനാ ഫലം. കൊള്ളയടിച്ചത് പൂശിയ സ്വർണം മാത്രം.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.